പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര STR അറ്റ് ഗോസ്പൽ സുവിശേഷം ഇന്ന് ഒരു ധ്യാന വായന എന്ന പരമ്പരയിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം യേശുവിൻ്റെ ഉപമയിലെ ഒരു പ്രധാന സത്യം ധ്യാനിച്ചു. സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. ഈ വചനം ദാരിദ്ര്യത്തിൻ്റെ കഥയല്ലെന്നും ജീവിതത്തിൻ്റെ പുനർനിക്ഷേപത്തിൻ്റെ കഥയാണെന്നും നാം കണ്ടു. ആ മനുഷ്യൻ ഒന്നും നശിപ്പിച്ചില്ല. കൂടുതൽ മൂല്യമുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തൻ്റെ ജീവിതത്തെ പുനർക്രമീകരിക്കുകയായിരുന്നു. എന്നാൽ ഈ വചനം നമ്മോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. തനിക്കുള്ളതെല്ലാം എന്നത് എന്താണ്? യേശു പണത്തെക്കുറിച്ചാണോ പറയുന്നത്? സ്വത്തുക്കളെക്കുറിച്ചാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ വിശാലമായ മറ്റേതെങ്കിലുമാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരു ചെറിയ അക്കാദമിക് സമീപനം സ്വീകരിക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ മൂലധനം, ക്യാപിറ്റൽ എന്നത് പണം മാത്രമല്ല, ഭാവിയിൽ മൂല്യം സൃഷ്ടിക്കാൻ കഴിയുന്ന ഏത് വിഭവത്തെയും മൂലധനം എന്ന് വിളിക്കുന്നു. ഈ ആശയം മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു. നമ്മുടെ ജീവിതവും അനേകം മൂലധനങ്ങളാൽ സമ്പന്നമാണ്. അവയിൽ ചിലത് പുറമേ കാണാവുന്നതാണ്, ചിലത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവയാണ്, ചിലത് വ്യക്തിപരമാണ്, ചിലത് ബന്ധങ്ങളിൽ വിരിയുന്നവയാണ്. എന്നാൽ അവയ്ക്കെല്ലാം ഒരു പൊതു സവിശേഷതയുണ്ട്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്ന വിഭവങ്ങളാണ്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. സമയ മൂലധനം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഒരു മൂലധനമുണ്ട്. അത് സമയമാണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. സ്വത്ത് നഷ്ടപ്പെട്ടാൽ വീണ്ടും വാങ്ങാം. ചില സാഹചര്യങ്ങളിൽ ആരോഗ്യം പോലും വീണ്ടെടുക്കാൻ കഴിയും. എന്നാൽ കഴിഞ്ഞുപോയ ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു നിമിഷം പോലും തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് സമയം ഒരു ചെലവ് മാത്രമല്ല, ഒരു മൂലധനം കൂടിയാണ്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന സമയം ഏതെങ്കിലും ഒരു വയലിലേക്ക് വിതയ്ക്കപ്പെടുകയാണ്. അപ്പോൾ ചോദ്യം, ആ സമയം ഏത് വയലിലേക്കാണ് ഒഴുകുന്നത്? ഉപമയിലെ മനുഷ്യൻ എല്ലാം വിറ്റു എന്നതിൻ്റെ അർത്ഥം തൻ്റെ സമയത്തിൻ്റെ ഒഴുക്കും പുതിയ നിധിയിലേക്ക് മാറ്റി എന്നതാണ്. മുമ്പ് ചിതറിക്കിടന്ന സമയം ഇപ്പോൾ ഒരേ ഒരു നിധിയെ കേന്ദ്രീകരിച്ച് ഒഴുകുന്നു. എന്നാൽ സമയം മാത്രം മതിയാകില്ല. ഒരു മനുഷ്യൻ മണിക്കൂറുകളോളം ഒരു സ്ഥലത്തിരിക്കാം. എന്നാൽ മനസ്സ് അവിടെയില്ലെങ്കിൽ സമയം നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല. ഇവിടെയാണ് രണ്ടാമത്തെ മൂലധനം കടന്നു വരുന്നത്. എന്താണത്? ശ്രദ്ധ മൂലധനം. ശ്രദ്ധ എന്നത് മനസ്സിൻ്റെ ദിശയാണ്. സമയം ശരീരം എവിടെയാണെന്ന് കാണിക്കുന്നു, ശ്രദ്ധ മനസ്സ് എവിടെയാണെന്ന് കാണിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മത്സരം ഭൂമിക്ക് വേണ്ടിയല്ല, മനുഷ്യൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. സോഷ്യൽ മീഡിയ, പരസ്യലോകം, വാർത്താ മാധ്യമങ്ങൾ എല്ലാവരും നമ്മുടെ ശ്രദ്ധ നേടാൻ മത്സരിക്കുകയാണ്. കാരണം ശ്രദ്ധ ലഭിക്കുന്നിടത്താണ് വളർച്ച. ഒരു കുട്ടിക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധ ലഭിക്കുമ്പോൾ അവൻ വളരുന്നു. ഒരു ചെടിക്ക് വെള്ളം കിട്ടുമ്പോൾ അത് വളരുന്നു. അതുപോലെ നമ്മുടെ ശ്രദ്ധ ലഭിക്കുന്ന ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഉപമയിലെ മനുഷ്യൻ തൻ്റെ ശ്രദ്ധയും പുതിയ നിധിയിലേക്ക് മാറ്റി. മുമ്പ് പല കാര്യങ്ങളിൽ ചിതറിക്കിടുന്ന ശ്രദ്ധ ഇപ്പോൾ നിധിയുള്ള വയലിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ശ്രദ്ധ മാത്രം മതിയാകില്ല. ശ്രദ്ധിക്കാൻ ആഗ്രഹിച്ചാലും ക്ഷീണിച്ച ശരീരവും തളർന്ന മനസ്സും അതിന് അനുവദിക്കണമെന്നില്ല. അതിനാൽ മൂന്നാമത്തെ മൂലധനം ആവശ്യമാണ്. എന്താണത്? ഊർജ മൂലധനം. ഓരോ ദിവസവും നമുക്ക് ഒരു നിശ്ചിത അളവിൽ ഊർജമുണ്ട്. ശാരീരിക ഊർജം, മാനസിക ഊർജം, വൈകാരിക ഊർജം ഇവയെല്ലാം പരിമിതമാണ്. അതിനാൽ ഊർജം എവിടെ ചെലവാക്കുന്നു
എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരാതികൾ, ഭയങ്ങൾ, അനാവശ്യ താരതമ്യങ്ങൾ, വൈരാഗ്യങ്ങൾ, അവസാനമില്ലാത്ത ആശങ്കകൾ ഇവയെല്ലാം നമ്മുടെ ഊർജത്തെ നിശബ്ദമായി ചോർത്തിക്കൊണ്ടിരിക്കുന്നു. ഉപമയിലെ മനുഷ്യൻ തൻ്റെ ഊർജവും പുതിയ നിധിയിലേക്ക് മാറ്റി. ഇനി അവൻ്റെ ശക്തി പല ദിശകളിലേക്കല്ല, ഒരേ ഒരു ദിശയിലേക്കാണ്. എന്നാൽ ഊർജം മാത്രം മതിയാകില്ല. ഒരു മനുഷ്യന് വലിയ ഊർജമുണ്ടാകാം, പക്ഷെ വിവേകമില്ലെങ്കിൽ ആ ഊർജം തെറ്റായ ദിശയിലേക്ക് പോകാം. അതിനാൽ 4ാമത്തെ മൂലധനം ആവശ്യമാണ്. എന്താണത്? ഭൗതിക മൂലധനം. മനുഷ്യൻ്റെ അറിവ്, അനുഭവം, കഴിവ്, പഠനം ഇവയെല്ലാം ഭൗതിക മൂലധനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ സ്ഥാപനങ്ങളുടെ മൂല്യം അവരുടെ കെട്ടിടങ്ങളിലല്ല, അവരുടെ അറിവിലാണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്തും അവൻ്റെ മനസ്സിലാണ്. എന്നാൽ അറിവ് ശേഖരിച്ചാൽ മാത്രം മതിയാകില്ല. അറിവ് ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതാണ് നിർണായകം. ഉപമയിലെ മനുഷ്യൻ തൻ്റെ അറിവും പുതിയ നിധിയിലേക്ക് നയിച്ചു. അവൻ്റെ വിവേകം ശരിയായ നിക്ഷേപം തിരഞ്ഞെടുക്കാൻ സഹായിച്ചു. എന്നാൽ അറിവ് മാത്രം മതിയാകില്ല. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സത്തയല്ല, അവൻ ബന്ധങ്ങളിൽ ജീവിക്കുന്ന സത്തയാണ്. അതിനാൽ 5ാമത്തെ മൂലധനം ആവശ്യമാണ്. എന്താണത്? ബന്ധ മൂലധനം. മനുഷ്യ ജീവിതം ബന്ധങ്ങളില്ലാതെ നിലനിൽക്കില്ല. ഒരു കുഞ്ഞു പോലും സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് വളരുന്നത്. വിശ്വാസം, സൗഹൃദം, സഹകരണം, ക്ഷമ, പരസ്പര ബഹുമാനം ഇവയെല്ലാം ബന്ധ മൂലധനങ്ങളാണ്. ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നോട്ട് വലിക്കാനും കഴിയും. അതുകൊണ്ട് ഈ മൂലധനവും ശരിയായ വയലിലേക്ക് നിക്ഷേപിക്കപ്പെടണം. ഉപമയിലെ മനുഷ്യൻ്റെ ബന്ധങ്ങൾ പോലും ഇനി നിധിയെ ചുറ്റിപ്പറ്റിയാണ് ക്രമീകരിക്കപ്പെടുന്നത്. എന്നാൽ ബന്ധങ്ങൾ മാത്രം മതിയാകില്ല. ബന്ധങ്ങൾക്ക് ആന്തരികമായ ഒരു കേന്ദ്രം വേണം. ആ കേന്ദ്രമാണ് അടുത്ത മൂലധനം. എന്താണത്? ആത്മീയ മൂലധനം. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, അർത്ഥം കൊണ്ടും കൂടിയാണ്. വിശ്വാസം, പ്രത്യാശ, പ്രാർത്ഥന, ധ്യാനം, ദൈവബന്ധം ഇവയാണ് ആത്മീയ മൂലധനം. ഈ മൂലധനമാണ് മറ്റ് എല്ലാ മൂലധനങ്ങൾക്കും ദിശ നൽകുന്നത്. സമയം എവിടേക്ക് പോകണം, ശ്രദ്ധ എവിടെ നിൽക്കണം, ഊർജം എവിടെ ചെലവഴിക്കണം, അറിവ് എന്തിനു ഉപയോഗിക്കണം, ബന്ധങ്ങൾ എന്തിനു ചുറ്റിപ്പറ്റി വളരണം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകുന്നത് ആത്മീയ മൂലധനമാണ്. എന്നാൽ ഇവയെല്ലാം ചേർന്നാലും ഇനിയും ഒരു വലിയ മൂലധനം ബാക്കിയുണ്ട്. എന്താണത്? ജീവിതം തന്നെ മൂലധനം. ഈ 6 മൂലധനങ്ങളും ചേർന്നാണ് 7ാമത്തെ മൂലധനം രൂപപ്പെടുന്നത്. ജീവിതം തന്നെ. നമ്മുടെ ശരീരം, മനസ്സ്, ബോധം, ഓർമ്മ, ശ്വാസം, ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അവൻ തനിക്കുള്ളതെല്ലാം വിറ്റു. അവൻ സമയം മാത്രം വിറ്റില്ല, ശ്രദ്ധ മാത്രം വിറ്റില്ല, ഊർജം മാത്രം വിറ്റില്ല, അറിവ് മാത്രം വിറ്റില്ല, ബന്ധങ്ങൾ മാത്രം വിറ്റില്ല, ആത്മീയ ജീവിതം മാത്രം വിറ്റില്ല. അവൻ തൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഒഴുക്കു മാറ്റി. അതാണ് എല്ലാം വിറ്റു എന്നതിൻ്റെ ആഴമുള്ള അർത്ഥം. പ്രിയ സുഹൃത്തുക്കളെ, യേശുവിൻ്റെ ഉപമയിൽ എല്ലാം എന്നത് വസ്തുക്കളുടെ പട്ടികയല്ല, അത് ജീവിതത്തിൻ്റെ സമഗ്രതയാണ്. ജീവിതത്തിൻ്റെ ഓരോ മൂലധനവും ഓരോ നിധിയിലേക്ക്, ഓരോ ലക്ഷ്യത്തിലേക്ക് പുനർനിക്ഷേപിക്കപ്പെടുമ്പോഴാണ് ആ മനുഷ്യന് നിധിയുള്ള വയൽ വാങ്ങാൻ കഴിയുന്നത്. അടുത്ത എപ്പിസോഡിൽ ഈ ഉപമയിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റൊരു ആഴമുള്ള ഉൾക്കാഴ്ച നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. നന്ദി.